എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ. അടുത്ത കാലത്തായി ഷൈൻ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ്. തന്റെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഷൈൻ തയ്യാറാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വിവാഹമോചനത്തെക്കുറിച്ചും അതിൽ ഒരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മോഡലായ തനൂജയുമായി പ്രണയത്തിലാണെന്ന വിവരവുമെല്ലാം സോഷ്യൽ മീഡിയ വഴി ഷൈൻ തുറന്നു പറഞ്ഞത്. ഈ വർഷം ആദ്യം തനൂജയുമായുള്ള ഷൈനിന്റെ വിവാഹനിശ്ചയവും നടന്നിരുന്നു. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ ഇപ്പോൾ തനൂജയുമായുള്ള തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈൻ. ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നാണ് തനൂജയുമായുള്ള പ്രണയത്തകർച്ചയെക്കുറിച്ച് സംസാരിച്ച് ഷൈൻ പറഞ്ഞത്. എന്നാലിപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഷൈൻ തനൂജയുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ്. ഏറ്റവും പുതിയ ഇന്റർവ്യൂയിൽ ഷൈൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബംബിളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ എന്റെ തന്നെ അക്കൗണ്ടാണ്, ഫേക്ക് അക്കൗണ്ടല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബംബിളിൽ അക്കൗണ്ട്. പക്ഷേ ആരും തന്നെ അത് എന്റെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചില്ല. പിന്നെ ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. പ്രണയം എനിക്ക് ഒരു താല്പര്യവുമില്ലാത്ത സംഭവമായിരുന്നു. നേരത്തെ താല്പര്യമുണ്ടായിരുന്നു, എന്നാൽ പ്രണയിച്ച ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് പറഞ്ഞാണ് നടന്നത്. പക്ഷേ വീണ്ടും പ്രണയത്തിൽ ചെന്നുപെടുകയാണ്. മാനസികമായ ബലഹീനതകൾ ഉണ്ടാവാം. പിന്നെ ഞാൻ ഒരു റിലേഷനിലായിരുന്നുവല്ലോ, അതും അവസാനിച്ചു. അതുകൊണ്ടാണ് ബംബിൾ എന്ന സാധനം ഞാൻ വീണ്ടും പാക്കി പിടിച്ച് കൊണ്ടുവരുന്നത്. ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ്. തുടർന്നാൽ എനിക്കും ഒപ്പമുള്ള വ്യക്തിക്കും വളരെ അധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. എനിക്ക് ആ വ്യക്തിയോട് വളരെ അധികം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്താൽ അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായി മാറും. റൊമാന്റിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട്. ഭയങ്കര റൊമാന്റിക് എന്നതാണ് ടോക്സിക് ആവുന്നത്. പിന്നെ ചിലപ്പോൾ ഭയങ്കരമായി പാസീവ് ആകും. ഞാൻ ഇപ്പോൾ വീണ്ടും സിംഗിളാണ്. റിലേഷനിലാവാൻ കേളില്ലാത്ത ഒരുത്തനാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കേളില്ലെന്നും ഷൈൻ പറയുന്നു. തനൂജയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഷൈനിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. സിനിമാ പ്രമോഷനും മറ്റ് ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനൂജയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു. തനൂജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുമുണ്ട്. ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നെല്ലാം ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞ സമയത്ത് റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.